ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 27ാമത്തെ അധ്യായം. അതിൽ 6ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ സപ്തവിംശോധ്യായ. നാരദ ഉവാച ഇത്തം പുരഞ്ജനം സദൃക് വശമാനീയ വിഭ്രമൈ പുരഞ്ജനീ മഹാരാജ രേമേ രമയതി പതിം. സ രാജാ മഹിഷീം രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്തേനാം തൃപ്താം അഭ്യനന്ദദുപാഗതാം തയോപഗൂഢപരിരബ്ധകന്ധരോ രഹോനുമന്ത്രീരപകൃഷ്ടചേതനഃ ന കാലരംഹോ ബുബുധേ ദുരത്യയം ദിവാനിഷേധി പ്രമദാപരിഗ്രഹഃ ശയാന ഉന്നദ്ധമദോ മഹാമനാ മഹാർഹതൽപേ മഹിഷീഭുജോപധി താമേവ വീരോ മനുതേ പരം യതസ്തമോഭിഭൂതോ ന നിജം പരം ചയത്. തയൈവം രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. തസ്യാമജനയൽ പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാട് ആയുഷോർദ്ധമഥാത്യഗാത്. തസ്യാമജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാട് ആയുഷോർദ്ധമഥാത്യഗാത്. അപ്പോൾ വിരാട് ആ സമ്രാട്ടായിരിക്കുന്ന ആ പുരഞ്ജനൻ, തസ്യാം ആ പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. അങ്ങനെ ആ ആയുസിൻ്റെ പകുതി ഭാഗവും കടന്നുപോയി എന്നാണ് പറയുന്നത്. തസ്യാം അജനയൽ പുത്രാൻ, വിരാട് ആയിരിക്കുന്ന സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനഃ പുരഞ്ജനൻ, തസ്യാം പുരഞ്ജന്യാം ആ പുരഞ്ജനിയിൽ 11 ശതാനി 1100 പുത്രന്മാരെ അജനയത് ജനിപ്പിച്ചു. അഥ അങ്ങനെ ആയുസിൻ്റെ അർദ്ധം പകുതി അത്യഗാത് കടന്നുപോയി. സമ്രാട്ടായിരിക്കുന്ന ആ പുരഞ്ജനൻ, അതായത് വിരാട് സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനഃ പുരഞ്ജനൻ, തസ്യാം പുരഞ്ജന്യാം ആ പുരഞ്ജനിയിൽ 11 ശതാനി 1100 പുത്രന്മാരെ അജനയത് ജനിപ്പിച്ചു. അഥ അങ്ങനെ ആയുസിൻ്റെ അർദ്ധം പകുതി അത്യഗാത് കടന്നുപോയി. പദത്തെ അന്വയം വിരാട് പുരഞ്ജനഃ തസ്യാം പുരഞ്ജന്യാം 11 ശതാനി പുത്രാൻ അജനയത് അഥ ആയുഷഃ അർദ്ധം അത്യഗാത്. എന്നൂടി പറയാം. വിരാട് പുരഞ്ജനഃ തസ്യാം പുരഞ്ജന്യാം 11 ശതാനി പുത്രാൻ അജനയത് അഥ ആയുഷഃ അർദ്ധം അത്യഗാത്. സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനൻ ആ പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. അങ്ങനെ ആയുസിൻ്റെ പകുതി ഭാഗവും കടന്നുപോയി. ആ ചക്രവർത്തിയായിരിക്കുന്ന പുരഞ്ജനൻ പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പോഴേക്കും ആയുസിൻ്റെ അർദ്ധഭാഗം അവസാനിച്ചു. സമ്രാട്ടായിരിക്കുന്ന പുരഞ്ജനിയിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പോഴേക്കും ആയുസിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. ഹേ രാജശ്രേഷ്ഠ, കാമവൃത്തിയുടെ ആ ശക്തി നിമിത്തം വിചാരശക്തി തീരെ ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ട് അവളോടുകൂടെ തന്നെ രമിച്ചുകൊണ്ടിരുന്ന ആ മഹാരാജാവിൻ്റെ യൗവനക്കാലം ക്ഷണാർദ്ധ സമയം എന്ന പോലെ വ്യർത്ഥമായിട്ട് കഴിഞ്ഞുപോയി. പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉപകരിക്കുന്ന ജ്ഞാനഭക്തി സാധനങ്ങളെ സമ്പാദിക്കുന്നതിന് ഉചിതമായിരിക്കുന്ന യൗവനകാലത്തെ മായാമോഹിത ചിത്തന്മാർ നിഷ്പ്രയോജനമായിട്ട് കഴിക്കുന്നു. ഈ കാലത്തിൽ ബാധിക്കുന്ന കാമവൃത്തിയെ ജയിപ്പാൻ വീരന്മാരായിരിക്കുന്ന രാജാക്കന്മാർക്കും അസാധ്യമായിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആ മഹാരാജാവ് പുരഞ്ജനൻ ഭാര്യയായ പുരഞ്ജനിയിൽ 111 പുത്രന്മാരെ ജനിപ്പിച്ചു. അത്രയും കാലം കൊണ്ട് ആയുഷ്കാലം പകുതി കഴിയുകയും ചെയ്തു. ഇവിടെ 110 എന്ന് പറയുന്നുണ്ട്. 11 ശതാനി 110 1000, അപ്പോൾ 1100 ആണ്. 110 100 പറയുമ്പോൾ 1100 പുത്രന്മാർ ജനിപ്പിച്ചു. അത്രയും കാലം കൊണ്ട് ആയുഷ്കാലം പകുതി കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ നാനാവിധ വൃത്തി ആ പരിണാമങ്ങളെ പുത്രത്വേന കൽപ്പിച്ചതുകൊണ്ടാണ് ആ 11 ശതം എന്ന് കാണിച്ചിരിക്കുന്നത്. സംഖ്യാനിർണയം കാണിച്ചിരിക്കുകയല്ല, ആധിക്യം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. ആയുസ് പകുതി കഴിഞ്ഞുവെന്ന് കഥാസൗന്ദര്യത്തെയും
വിഷയ ആശയുടെ ആധിക്യം 50 വയസ്സ് വരെയാണെന്നതിനെയും ഇവിടെ കാണിപ്പാൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ പുരഞ്ജനഃ പുരഞ്ജന്യാം 11 ശതപുത്രാൻ ജനയാമാസ. പുരഞ്ജനിയിൽ ആ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. തദായുഷോർത്ഥം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആയുസ് അർദ്ധം പകുതി ഭാഗവും കടന്നുപോയി. ബഭൂവ പുരഞ്ജനഃ പുരഞ്ജന്യാം 11 ശതപുത്രാൻ ജനയാമാസ തദാ ആയുഷോർദ്ധം ബഭൂവ. അങ്ങനെ ആ ആയുസിൻ്റെ പകുതി ഭാഗവും കടന്നുപോയി എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകം. ദുഹിതൃർദശോത്തരശതം പിതൃമാതൃയശസ്കരീ ശീലൗദാര്യ ഗുണോപേതാഃ പൗരഞ്ജന്യ പ്രജാപതേ. ദുഹിതൃദശോത്തരശതം. ദുഹിതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹോദരിമാരായിട്ട് പുത്രിമാരായിട്ട് ദശോത്തരശതം 110 പുത്രിമാർ. ദശോത്തരശതം എന്ന് പറഞ്ഞാൽ 110 പുത്രിമാർ ഉണ്ടായി. മാതൃയശസ്കരി, മാതാവിനും ആ പിതാവിൻ്റെയും സൽപ്പേരുണ്ടാക്കുന്ന തരത്തിലുള്ള പുത്രിമാരുണ്ട്. ശീല ഔദാര്യ ഗുണോപേത, എല്ലാ ഔദാര്യ ഗുണസമ്പന്നകളായിട്ട് ഉള്ളവരായി ആയിരുന്നു അവർ. പൗരഞ്ജന്യ പ്രജാപതേ. അല്ലയോ രാജാവേ, ഹേ പ്രജാപതേ, അല്ലയോ രാജാവേ, പിതൃമാതൃയശസ്കരീഹി, മാതാപിതാക്കന്മാർക്ക് സൽപ്പേരുണ്ടാക്കുന്ന ദശോത്തരശതം 110 ദുഹിതൃഹ് പുത്രിമാരെയും ജനിപ്പിച്ചു. പൗരഞ്ജന്യ, ആ പുരഞ്ജന പുത്രിമാർ ശീലൗദാര്യ ഗുണോപേതാഹ, സൗശീല്യം ഔദാര്യം മുതലായ സമ്പന്നകൾ ആയിരുന്നു. എന്നുകൂടി പറയാം. ഹേ പ്രജാപതേ, അല്ലയോ രാജാവേ, പിതൃമാതൃയശസ്കരീഹി, മാതാപിതാക്കന്മാർക്ക് സൽപ്പേരുണ്ടാക്കുന്ന ദശോത്തരശതം 110 ദുഹിതൃഹ് പുത്രിമാരെയും ജനിപ്പിച്ചു. പൗരഞ്ജന്യ, ആ പുരഞ്ജന പുത്രിമാർ ശീലൗദാര്യ ഗുണോപേതാഹ, സൗശീല്യം ഔദാര്യം മുതലായ മുതലായ ഗുണങ്ങളോടുകൂടി ഗുണസമ്പന്നകളായിട്ട് ഉള്ള അവരായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ അന്വയം ഹേ പ്രജാപതേ പിതൃമാതൃയശസ്കരീ ദശോത്തരശതം ദുഹിതൃ പൗരഞ്ജന്യം ശീലൗദാര്യ ഗുണോപേതാഹ ശീലൗദാര്യ ഗുണോപേതാഹ എന്നുകൂടി പറയാം. ഹേ പ്രജാപതേ പിതൃമാതൃയശസ്കരീ ദശോത്തരശതം ദുഹിതൃ പൗരഞ്ജന്യം ശീലൗദാര്യ ഗുണോപേതാഹ, അല്ലയോ രാജാവേ, മാതാപിതാക്കന്മാർക്ക് സൽപ്പേരുണ്ടാക്കുന്ന 110 പുത്രിമാരെയും ജനിപ്പിച്ചു. ആ പുരഞ്ജന പുത്രിമാർ ആ സൗശീല്യം ഔദാര്യം മുതലായവകളെ കൊണ്ട് ഗുണസമ്പന്നകൾ ആയിരുന്നു. വിരാട് എന്നാൽ ചക്രവർത്തിയാണെന്ന് ഇവിടെ അർത്ഥം. അല്ലയോ പ്രജാപതിയായിരിക്കുന്ന പ്രാചീന ബർഹിസേ, പുരഞ്ജനന് അവളിൽ 110 പുത്രിമാരും ഉണ്ടായി. ആ പുത്രിമാരെല്ലാം ശീലം ഔദാര്യം എന്നീ ഗുണങ്ങളുള്ളവരും മാതാപിതാക്കന്മാർക്ക് യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവരും ആയിരുന്നു. അപ്പോൾ ആ പിതാവിനും മാതാവിനും യശസ്സുണ്ടാക്കുന്നവരായിരിക്കുന്ന 110 പുത്രിമാരെയും ജനിപ്പിച്ചു. പ്രജാപതേ, ആ പുരഞ്ജനിയുടെ ആ പുത്രിമാരെല്ലാം ശീലം ഔദാര്യം മുതലായ സദ്ഗുണങ്ങൾ തികഞ്ഞവർ ആയിരുന്നു. ഹേ രാജാവേ, സ്വഭാവഗുണം ദാനശീലം മുതലായ യോഗ്യതകളാൽ മാതാപിതാക്കന്മാരുടെ കീർത്തിയെ വെല്ലുന്ന 110 പുത്രിമാരെയും പുരഞ്ജനൻ ആ പുരഞ്ജനിയിൽ ജനിപ്പിച്ചു. അവരെ പൗരഞ്ജനികൾ എന്ന് പ്രായണ ജനങ്ങൾ വിളിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത വ്യാഖ്യാനം സ പുരഞ്ജനസ്തേഷാം താസാം, അതല്ല, ദുഹിതരോ പുത്രിമാർ, മാതാപിതൃയശസ്കരി പുത്രിമാർ മാതാപിതാക്കളുടെ യശസ്സിനെ യശസ്കരിയോ അവൻ്റെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവളായിരുന്നു ആയിട്ട് വളർന്നു. വളർന്നു അർത്ഥം. ദുഹിതരോ മാതാപിതൃയശസ്കരിയോ ബഭൂവു.
മാതാപിതാക്കന്മാരുടെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവരായിട്ട് 110 പുത്രിമാരും ബഭുഹു ഉണ്ടായിരുന്നു എന്നർത്ഥം. അതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ പ്രദുഹിതരോ മാതാപിതൃ യശസ്കര്യോ ബഭുഹു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശവിവർധനാൻ ദാരൈഃ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈഃ. സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശവിവർധനാൻ ദാരൈഃ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈഃ. പഞ്ചാലപതി രാജാവായിരിക്കുന്ന അദ്ദേഹം, പാഞ്ചാല രാജാവായിരിക്കുന്ന അദ്ദേഹം പിതൃവംശ വിവർധനാൻ, ആ പിതാവിൻ്റെ ആ വംശത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ആ പുത്രന്മാരെ, വധുക്കളോടും പുത്രിമാരെ അവരുടെ അനുയോജ്യമായിരിക്കുന്ന വരന്മാരോടും കൂടി അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. സ പഞ്ചാലപതി, ആ പഞ്ചാല രാജാവായിരിക്കുന്ന അദ്ദേഹം പുത്രന്മാരെ പിതൃവംശ വിവർധനാൻ, പിതൃവംശത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കത്തക്ക ദാരൈഹി വധുക്കളോടും അതുപോലെ സംയോജയാമാസ അവരെ സംയോജിപ്പിച്ചു. ദുഹിതൃഹ് പുത്രിമാരെ സദൃശേർ അവർക്ക് അനുയോജ്യരായിരിക്കുന്ന വരൈഹി വരന്മാരെ കൊണ്ടും അവരെ സംയോജിപ്പിച്ചു. അതിലത്തെ പദങ്ങൾ പഞ്ചാലപതി സഹ പാഞ്ചാല രാജാവായിരിക്കുന്ന അദ്ദേഹം പിതൃവംശവിവർധനാൻ പിതാവിൻ്റെ വംശത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന പുത്രന്മാരെ ദാരൈഹി വധുക്കളോടും ദുഹിതൃഹ് പുത്രിമാരെ സദൃശൈഹി അവർക്ക് അനുയോജ്യരായിരിക്കുന്ന വരൈഹി വരന്മാരോടും കൂടി സംയോജയാമാസ വിവാഹം കഴിപ്പിച്ചു. എന്നുകൂടി പറയാം. പഞ്ചാലപതി സ പഞ്ചാല രാജാവായിരിക്കുന്ന അദ്ദേഹം പിതൃവംശവിവർധനാൻ പിതാവിൻ്റെ വംശത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന പുത്രന്മാരെ ദാരൈഹി വധുക്കളോടും ദുഹിതൃഹ് പുത്രിമാരെ സദൃശൈഹി അവർക്ക് അനുയോജ്യരായിരിക്കുന്ന വരൈഹി വരന്മാരോടും കൂടി സംയോജയാമാസ വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം പഞ്ചാലപതി പിതൃവംശവിവർധനാൻ പുത്രാൻ ദാരൈഹി ദുഹിതൃഹ് സദൃശൈഹി വരൈഹി സംയോജയാമാസ. എന്നുകൂടി പറയാം. പഞ്ചാലപതി പിതൃവംശവിവർധനാൻ പുത്രാൻ ദാരൈഹി ദുഹിതൃഹ് സദൃശൈഹി വരൈഹി സംയോജയാമാസ. ആ പഞ്ചാല രാജാവായിരിക്കുന്ന അദ്ദേഹം പിതാവിൻ്റെ വംശത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന പുത്രന്മാരെ വധുക്കളോടും പുത്രിമാരെ അവർക്ക് അനുയോജ്യരായ വരന്മാരോടും കൂടി വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ് പറയണം. അപ്പോൾ പുത്രിമാരെ ആധ്യാത്മിക പക്ഷത്തിൽ ബുദ്ധിവൃത്തികളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പുത്രന്മാരെക്കാൾ കുറവായത് ആ ഗാർഹസ്ഥ്യത്തിൻ്റെ സൗഭാഗ്യത്തെ കാണിപ്പാനാണ്. അപ്പോൾ പഞ്ചാലാധിപനായിരിക്കുന്ന അദ്ദേഹം തൻ്റെ വംശവർദ്ധനയ്ക്ക് സഹായിക്കുന്നവരായിരിക്കുന്ന പുത്രന്മാരെ വിവാഹം കഴിപ്പിച്ചു. പുത്രിമാരെയും അനുരൂപന്മാരായിരിക്കുന്ന വരന്മാരെ കൊണ്ട് പരിണയിപ്പിച്ചു. അപ്പോൾ പഞ്ചാല രാജാവായ അദ്ദേഹം പിതൃവംശവർദ്ധനത്തിന് ഉപകരിക്കുന്ന ആ പുത്രന്മാരെ പത്നിമാരോടുകൂടിയും പുത്രിമാരൊക്കെ അനുയോജ്യമായിരിക്കുന്ന വരന്മാരോടുകൂടിയും യോജിപ്പിച്ചു. ഇവിടെ ആ മക്കൾക്ക് കല്യാണം കഴിച്ചു എന്നത് ആ കഥാപുഷ്ടിയെ സൂചിപ്പിക്കുവാൻ ആണ് പറയുന്നത്. ബുദ്ധിഗുണങ്ങളായിരിക്കുന്ന ലജ്ജ, കരുണ മുതലായിരിക്കുന്ന വൃത്തികളെയാണ് പുത്രിമാരായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ജീവനായിരിക്കുന്ന പിതാവിനും ബുദ്ധിയായിരിക്കുന്ന മാതാവിനും ഉള്ള യോഗ്യതയെ ഈ വൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നു. അപ്പോൾ പുത്രന്മാരെ അപേക്ഷിച്ച് പുത്രിമാർ കുറവാണ് എന്ന് കാണിച്ചു. അങ്ങനെ വരുന്നതാണ് സംസാരത്തിൽ ഭംഗിയായിട്ട് കരുതി വരുന്നത് എന്ന സമ്പ്രദായത്തെ കാണിപ്പാനാകുന്നു. അപ്പോൾ മക്കൾക്ക് കല്യാണം കഴിച്ചു എന്നത് കഥാപുഷ്ടിയെ സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്ദ്രിയ പരിണാമാദികളായിരിക്കുന്ന പുത്രന്മാരെയും ബുദ്ധിഗുണങ്ങളായിരിക്കുന്ന പുത്രിമാരെയും ഹിതാഹിത ചിന്തനം ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയെന്നും വിചാരിക്കുന്നതായാൽ തെറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ വ്യാഖ്യാനം തതഃ പുത്രാണാം ഏകൈകസ്യ ശതം
പുത്ര അഭവൻ. അങ്ങനെ അവിടെ ദുഹിതരോ മാതൃപിതൃയശസ്കര്യോ ബഭൂവു സഹ പുരഞ്ജനസ്തേഷാം താസാം ച വിവാഹാൻ വിദധേ. അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു. സ പുരഞ്ജനസ്തേഷാം അവരെയെല്ലാം, ആ പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ താസാം ച വിവാഹാൻ അവരുടെ എല്ലാം വിവാഹം കഴിപ്പിച്ചു അർത്ഥം. സഹ പുരഞ്ജനസ്തേഷാം താസാം ച വിവാഹാൻ വിദധേ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. പുത്രാണാം ച ആഭവൻ പുത്ര ഏകൈകസ്യ ശതം ശതം യൈർവൈ പൗരഞ്ജനോ വംശഃ പാഞ്ചാലേഷു സമേധിതഃ. പുത്രാണാം ച ആഭവൻ പുത്ര ഏകൈകസ്യ ശതം ശതം യൈർവൈ പൗരഞ്ജനോ വംശഃ പഞ്ചാലേഷു സമേധിതഃ. പുത്രന്മാർക്ക് ഓരോരുത്തർക്കും ശതം ശതം 100 എന്ന തോതിൽ പുത്രന്മാരെ അഭവൻ ഉണ്ടായി. അങ്ങനെ യാതൊരു വരാൽ ആ പുരഞ്ജനൻ്റേതായിരിക്കുന്ന വംശം പഞ്ചാലത്തിൽ അങ്ങനെ നിറഞ്ഞു എന്നാണ്. യൈർവൈ പൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേധിക നിറഞ്ഞു എന്നർത്ഥം. പുത്രാണാം ആ പുത്രന്മാർക്ക് ഏകൈകസ്യ ഓരോരുത്തർക്കും ശതം ശതം ച 100 എന്ന തോതിൽ പുത്രാഹ പുത്രന്മാർ അഭവൻ ഉണ്ടായി. യൈഹി വൈ യാതൊരു വരാൽ പൗരഞ്ജനഃ ആ പുരഞ്ജനൻ്റേതായിരിക്കുന്ന വംശം പാഞ്ചാലേഷു പാഞ്ചാലത്തിൽ സമേധിത നിറഞ്ഞു. എന്നുകൂടി പറയാം. പുത്രാണാം പുത്രന്മാർക്ക് ഏകൈകസ്യ ഓരോരുത്തർക്കും ശതം ശതം ച 100 എന്ന തോതിൽ പുത്രാഹ പുത്രന്മാർ അഭവൻ ഉണ്ടായി. യൈഹി വൈ യാതൊരു വരാൽ പൗരഞ്ജനഃ പുരഞ്ജനൻ്റേതായിരിക്കുന്ന വംശം പാഞ്ചാലേഷു പഞ്ചാലത്തിൽ സമേധിത നിറഞ്ഞു. പുത്രാണാം ഏകൈകസ്യ ശതം ശതം ച പുത്രാഹ അഭവൻ യൈഹി വൈഹി പൗരഞ്ജനഃ വംശം പാഞ്ചാലേഷു സമേധിതഃ എന്നാണ് അതിലത്തെ അന്വയം. പുത്രാണാം ഏകൈകസ്യ ശതം ശതം ച പുത്രാഹ അഭവൻ യൈഹി വൈ പുരഞ്ജനഃ വംശഃ പഞ്ചാലേഷു സമേധിതഃ. പുത്രന്മാർക്ക് ഓരോരുത്തർക്കും 100 എന്ന തോതിൽ പുത്രന്മാർ ഉണ്ടായി. യാതൊരു വരാൽ ആ പുരഞ്ജനൻ്റേതായിരിക്കുന്ന വംശം പഞ്ചാലത്തിൽ അങ്ങനെ നിറഞ്ഞു. അങ്ങനെ ആ പഞ്ചാല രാജാവായ അദ്ദേഹം ആ പിതൃവംശത്തിന് ഉപകരിക്കുന്ന പുത്രന്മാരെ പത്നിമാരോടുകൂടിയും പുത്രിമാരെ യോജിച്ച വരന്മാരോടുകൂടിയും യോജിപ്പിച്ചു. ഓരോ പുത്രന്മാർക്കും 100 പുത്രന്മാരും ഉണ്ടായി. ആ പുത്രപൗത്ര പരമ്പര ആ പാഞ്ചാല ദേശത്ത് അങ്ങനെ പരന്നു. അപ്പോൾ ആ പുത്രന്മാരിൽ ഓരോരുത്തരും 100 പുത്രൻ ഉണ്ടായി. അവരാൽ ആ പുരഞ്ജന വംശം പാഞ്ചാല ദേശത്തിൽ എങ്ങും വർദ്ധിച്ചു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തതഃ പുത്രാണാം ഏകൈകസ്യ ശതം ശതം പുത്രന്മാർക്ക് അപ്പോൾ ആ പുത്രന്മാർക്ക് ഓരോരുത്തർക്കും 100 പുത്രന്മാർ വീതം ഉണ്ടായി. പുത്രാണാം ഏകൈകസ്യ ശതം ശതം പുത്രാഹ അഭവൻ. തതഃ പുത്രാണാം ഏകൈകസ്യ ശതം ശതം പുത്രാഹ അഭവൻ പുത്രൻ ഉണ്ടായി. ആ പൗരഞ്ജന വംശം അങ്ങനെ അവിടെ പരന്നു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തേഷു തദ്രിക്തഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷ്വന്വബധ്യത. തേഷു തദ്രിക്തഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷ്വന്വബധ്യത. അവരിലും അവരുടെ അവകാശികളിലും തേഷു അവരിലും തദ്രിക്തഹാരേഷു അവരുടെ അവകാശികളിലും ഗൃഹകോശാനുജീവിഷു ആ രാജധാനി രാജഭണ്ഡാരം ആ പരിവാരങ്ങൾ എന്നിവയിലും ഗൃഹകോശാനുജീവിഷു ആ രാജധാനി രാജഭണ്ഡാരം പരിവാരങ്ങൾ അതുപോലെ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന രാജഭണ്ഡാരം രാജധാനി പരിവാരങ്ങൾ തുടങ്ങിയവയിലുമൊക്കെ നിരൂഢേന മമത്വേന ദൃഢമായിട്ടുറച്ചിട്ടുള്ള മമതയാൽ വിഷയേഷു വിഷയങ്ങളിൽ അവർ കുടുങ്ങി എന്നുള്ളതാണ് പറയുന്നത്. തേഷു അവരിലും തദ്രിക്തഹാരേഷു അവരുടെ അവകാശികളിലും ഗൃഹകോശാനുജീവിഷു ആ രാജധാനി രാജഭണ്ഡാരം പരിവാരങ്ങൾ എന്നിവയിലുള്ളവയിലും ഒക്കെ നിരൂഢേന ദൃഢമായിട്ടുറച്ച മമത്വേന ആ മമതാബുദ്ധിയാൽ വിഷയേഷു ആ വിഷയങ്ങളിൽ
ആ അന്വബദ്ധ്യത അവർ കുടുങ്ങി എന്നർത്ഥം. വിഷയങ്ങളിൽ കുടുങ്ങി ആ രാജ്യത്തിലുള്ള ആ രാജാക്കന്മാരും അവരുടെ പുത്രന്മാരുമൊക്കെ അങ്ങനെ ആ സംസാരത്തിൽ മുങ്ങി ഇരുന്നു എന്നർത്ഥം. തേഷു അവരിലും തദ്രിക്തഹാരേഷു അവരുടെ അവകാശികളിലും ഗൃഹകോശാനുജീവിഷു രാജധാനി രാജഭണ്ഡാരം പരിവാരങ്ങൾ എന്നിവയിലും നിരൂഢേന ദൃഢമായുറച്ച മമത്വേന ആ മമതയാൽ വിഷയേഷു ആ വിഷയങ്ങളിൽ അന്വബദ്ധ്യത കുടുങ്ങി, ആ വിഷയങ്ങളിൽ അവർ കുടുങ്ങി എന്നർത്ഥം. അപ്പോൾ തന്വയം തേഷു തദ്രിക്തഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷു അന്വബദ്ധ്യത. എന്നുകൂടി പറയാം. തേഷു തദ്രിക്തഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷു അന്വബദ്ധ്യത. അവരിലും അവരുടെ അവകാശികളിലും ആ രാജധാനി രാജഭണ്ഡാരം പരിവാരങ്ങൾ എന്നിവയിലും ദൃഢമായുറച്ച മമതയാൽ ആ വിഷയങ്ങളിൽ കുടുങ്ങി. തേഷു അവരിലും അവരുടെ അവകാശികളിലും ആ രാജധാനി രാജഭണ്ഡാരം പരിവാരങ്ങൾ എന്നിവയിലും ദൃഢമായുറച്ചിട്ടുള്ള മമതയാൽ ആ വിഷയങ്ങളിൽ അവർ കുടുങ്ങി എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാഞ്ചാലാധിപനായിരിക്കുന്ന അദ്ദേഹം തൻ്റെ വംശവർദ്ധനയ്ക്ക് സഹായിക്കുന്നവരായ പുത്രന്മാരെ വിവാഹം കഴിപ്പിച്ചു. പുത്രിമാരെയും അനുരൂപന്മാരായ വരന്മാരെ കൊണ്ട് പരിണയിപ്പിച്ചു. ഓരോ പുത്രന്മാർക്കും 100 വീതം പുത്രന്മാരുണ്ടായി. പുരഞ്ജനൻ്റെ ആ പുത്രപൗത്ര പരമ്പര പഞ്ചാല ദേശത്തിൽ വല്ലാതെ വർദ്ധിച്ചു. തൻ്റെ ആ ദ്രവ്യത്തിന് അവകാശികളായിരിക്കുന്ന ആ പുത്രപൗത്രാദികളിലും രാജധാനി രാജഭണ്ഡാരം പരിവാരങ്ങൾ എന്നിവരിലും ശക്തിയായ ആ മമതാബന്ധത്തോടെ ആ വിഷയാസക്തനായിട്ട് തന്നെ ആ കഴിച്ചുകൂട്ടി ആ പുരഞ്ജനൻ. വിഷയാസക്തി അവിടെ വർദ്ധിച്ച് വന്നു എന്നർത്ഥം. അപ്പോൾ പൗത്രാദിമാരിലും ഗൃഹഭണ്ഡാരാദികളിലും വേറുറച്ച ഭ്രാന്തി കൊണ്ട് അല്ലെങ്കിൽ മമത്വം കൊണ്ട് ആ വിഷയങ്ങളിൽ അധികം ആസക്തനുമായി ആ പുരഞ്ജനൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നേത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് പുത്രന്മാർ എന്ന് മുമ്പേ പറഞ്ഞു. ആ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നടത്തുന്ന പുണ്യപാപകർമ്മങ്ങൾ വീണ്ടും ജനന മരണങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജീവൻ്റെ സംസാര ചക്രഗതിയെ അവസാനിപ്പിക്കാതെ തുടർച്ചയായിട്ട് നിലനിർത്തുന്നതിന് തന്നെയാണ് പുത്രപൗത്ര പരമ്പരയിൽ വംശാഭിവൃദ്ധി വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ ആ പുത്രന്മാരിലും അവരുടെ പുത്രിമാരിലും ഭവനങ്ങളിലും രാജഭണ്ഡാരങ്ങളിലും ആ ഭൃത്യന്മാരിലും ശക്തിയോടുകൂടെ വേറുറച്ചു വന്നിരിക്കുന്ന ആ എൻ്റേതെന്ന ഭാവത്തിൽ സുഖവിഷയങ്ങളിൽ അത്യാസക്തൻ ആയിത്തീർന്നു ആ പുരഞ്ജനൻ. അപ്പോൾ സപുരഞ്ജനോ യൈ പുരഞ്ജനവംശോ വൃദ്ധിം ഗതഃ. ഇപ്രകാരം ആ പുരഞ്ജനവംശം വൃദ്ധിയെ പ്രാപിച്ചു. യൈ പുരഞ്ജനവംശോ വൃദ്ധിം ഗതഃ ഏവം സ പുത്രപൗത്രാദിഷു ബദ്ധഃ. അങ്ങനെ അവർ പുത്രപൗത്രാദികളിൽ ആ പുരഞ്ജനൻ ബദ്ധനായി കഴിഞ്ഞു. യൈഹി പുരഞ്ജനവംശോ വൃദ്ധിം ഗതഃ ഏവം സ പുത്രപൗത്രാദിഷു ബദ്ധഃ. അങ്ങനെ ആ പുത്രപൗത്രാദികൾ ബദ്ധരായിട്ട് കഴിഞ്ഞു. അടുത്ത ശ്ലോകം. ഈതേജക്രതുഭിർഘോരൈർ ദീക്ഷിത പശുമാരകൈഃ ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. ഈജേച ക്രതുഭിർഘോരൈർ ദീക്ഷിതഃ പശുമാരകൈഃ ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. ഇവിടെ അദ്ദേഹം ആ പുരഞ്ജനൻ ഭവാൻ യഥ അങ്ങേപ്പോലെ പലതും ആഗ്രഹിച്ചുകൊണ്ട് ദീക്ഷിതനായിട്ട് ആ പശുഹിംസ ആചാരങ്ങൾ ഈ കാമങ്ങൾ അധികരിച്ചു വരുമ്പോഴാണ് പശുഹിംസയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. പശുഹിംസ ആചാരങ്ങളും ഉഗ്രങ്ങളുമായിരിക്കുന്ന യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് ദേവകളെയും പിതൃക്കളെയും ഒക്കെ അങ്ങനെ യജിക്കാൻ തുടങ്ങി ആ പുരഞ്ജനൻ. അദ്ദേഹവും ഭവാൻ അങ്ങേപോലെ ആരാണ് ഇത് ചെയ്തിരുന്നത്? സ്വയംഭുവമനു അല്ല, എന്താ അദ്ദേഹവും അങ്ങേപോലെ പലതും ആഗ്രഹിച്ചുകൊണ്ട് ദീക്ഷിതനായിട്ട് ആ പശുഹിംസാചാരങ്ങളും ഉഗ്രങ്ങളായിരിക്കുന്ന
ആ യജ്ഞങ്ങളാൽ ദേവകളെയും പിതൃക്കളെയും ഒക്കെ ഭൂതങ്ങളെയും ഒക്കെ അങ്ങനെ യജിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സഹ ച അദ്ദേഹവും ഭവാൻ യഥ അങ്ങയെപ്പോലെ നാനാകാമഹ ആ പലതും ആഗ്രഹിച്ചുകൊണ്ട് ദീക്ഷിതനായിട്ട് പശുമാരകൈഹി പശുഹിംസാചാരങ്ങളും ഘോരൈഹി ഉഗ്രങ്ങളുമായിരിക്കുന്ന ക്രതുഭി യജ്ഞങ്ങളാൽ ദേവകളെയും പിതൃക്കളെയും ഭൂതപതികളെയും ഈജെ യജിച്ചു എന്നും കൂടി പറയാം. സഹ ച അദ്ദേഹവും ഭവാൻ യഥ അങ്ങയെപ്പോലെ നാനാകാമഹ പലതും ആഗ്രഹിച്ചുകൊണ്ട് ദീക്ഷിതനായിട്ട് പശുമാരകൈഹി ആ പശുഹിംസാചാരങ്ങളും ഘോരൈഹി ഉഗ്രങ്ങളുമായിരിക്കുന്ന ക്രതുഭി യജ്ഞങ്ങളാൽ ദേവകളെയും പിതൃക്കളെയും ഭൂതപതികളെയും ഈജേ യജിച്ചു. തന്മയം സഹ ചഹ ഭവാൻ യഥാ നാനാകാമഹ ദീക്ഷിതഃ പശുമാരകൈഹി ഘോരൈഹി ക്രതുഭിः ദേവാൻ പിതॄൻ ഭൂതപതീൻ ഈജേ എന്നുകൂടി പറയാം. സ ച ഭവാൻ യഥാ നാനാകാമഹ ദീക്ഷിതഃ പശുമാരകൈഹി ഘോരൈഹി ക്രതുഭിः ദേവാൻ പിതॄൻ ഭൂതപതീൻ ഈജേ അദ്ദേഹവും അങ്ങയെപ്പോലെ പലതും ആഗ്രഹിച്ചുകൊണ്ട് ദീക്ഷിതനായിട്ട് ആ പശുഹിംസാചാരങ്ങളും ഉഗ്രങ്ങളും ആയിരിക്കുന്ന യജ്ഞങ്ങളാൽ ദേവകളെയും പിതൃക്കളെയും ആ ഭൂതപതികളെയും ഒക്കെ യജിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ അങ്ങയെപ്പോലെ അനേകം കാമങ്ങളോട് കൂടിയ ആ പുരഞ്ജനൻ പശുഹിംസ കൊണ്ട് മലീമസമായിരിക്കുന്ന അനേകം ഘോരയജ്ഞങ്ങൾ നടത്തി ദേവന്മാരെയും പിതൃക്കളെയും ഭൂതനാഥന്മാരെയും തൃപ്തിപ്പെടുത്തി. ഇവിടെ പല പല ആഗ്രഹങ്ങളും ഉള്ള അദ്ദേഹം അവ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭവാനെപ്പോലെ യജ്ഞത്തിനുള്ള ദീക്ഷ സ്വീകരിച്ച് ഘോരങ്ങളും ഹിംസാബഹുളങ്ങളുമായിരിക്കുന്ന യജ്ഞത്താൽ ദേവന്മാരെയും പിതൃക്കളെയും ഭൂതപതികളെയും യജിച്ചു. ഇങ്ങനെ പുത്രന്മാരിലും അവരുടെ പുത്രന്മാരിലും ഭവനങ്ങളിലും ഭണ്ഡാരങ്ങളിലും ഭൃത്യന്മാരിലും ശക്തിയോടുകൂടി വേർതിരിച്ചിരിക്കുന്ന എൻ്റേതെന്ന ഭാവത്തിൽ അസുഖ വിഷയങ്ങളിൽ അത്യാസക്തമായിട്ട് ഭവിച്ചു. ഹേ പ്രാചീന ബർഹിസിനെയാണ് അവിടെ പറയുന്നത്. ആ പ്രാചീന ബർഹിസിനെ ആണല്ലോ ശ്രീനാരദ മഹർഷി ഉപദേശിക്കുന്നത്. അപ്പോൾ ആ പ്രാചീന ബർഹിസിനെ പോലെ അങ്ങേപോലെ തന്നെ ആ പുരഞ്ജന മഹാരാജാവും നാനാവിധങ്ങളായിരിക്കുന്ന സങ്കല്പങ്ങളുള്ളവനായിരുന്നതിനാൽ അവയെ എല്ലാം സാധിക്കണം എന്ന് ആ വിചാരത്തിൽ ആ പ്രാണിഹിംസാ പ്രധാനങ്ങളും ശാസ്ത്രസമ്മതമല്ലാത്തവയും ആയിരിക്കുന്ന ഭയങ്കര യാഗങ്ങൾ കൊണ്ട് അതാതു കാമങ്ങളെ സാധിപ്പിക്കുന്നതിൽ സമർത്ഥന്മാരായിരിക്കുന്ന ദേവന്മാർ, പിതൃക്കൾ, ഭൂതനാഥന്മാർ എന്നിവരെ ആരാധിച്ചു. പലരെയും ആരാധിക്കാൻ തുടങ്ങി എന്നർത്ഥം. എന്നിട്ട് പല പല ഈ യജ്ഞങ്ങളും ചെയ്തു പേരെടുക്കാൻ വേണ്ടിയിട്ട്. തേഷു തദ്രിക്തഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷ്വനം അന്വബദ്ധ്യത ഈജേജക്രതുഭിർഘോരൈർ ദീക്ഷിത പശുമാരകൈ ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. അപ്പോൾ ഇതിൽ പറയുന്ന പുരഞ്ജനോ ദീക്ഷാം ഗൃഹീത്വാ ഘോരൈഹി. ആ പുരഞ്ജനൻ അങ്ങനെ സംസാരത്തിൽ ദീക്ഷിതനായിട്ട് ഗൃഹത്തിൽ ദീക്ഷിതനായിട്ട് ഘോരങ്ങളായിരിക്കുന്ന പശുമാരകൈഹി പശുഹിംസാദി യജ്ഞങ്ങൾ ചെയ്തിട്ട് ദേവകളെയും ഒക്കെ ദേവാദീൻ ഈജേ യഥാഭവാൻ അങ്ങയെപ്പോലെ ദേവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് യജ്ഞങ്ങൾ ചെയ്തു. സ പുരഞ്ജനോ ദീക്ഷാം ഗൃഹീത്വ. അപ്രകാരം ആ പുരഞ്ജനൻ ആ ഗൃഹബന്ധങ്ങളിൽ ബദ്ധനായിട്ട് ദീക്ഷയെടുത്ത് അഘോരങ്ങളായിരിക്കുന്ന പശുമാരകൈർ യജ്ഞീർ ദേവാദീൻ ഈജേ. ആ പശുഹിംസാപരങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് ദേവന്മാരെയും പിതൃക്കളെയും ഭൂതങ്ങളെയും ഒക്കെ യജിച്ച് അങ്ങയെപ്പോലെ പല കർമ്മങ്ങളും നടത്തി. ആധ്യാത്മിക പക്ഷത്തിൽ പുത്രന്മാരെ ഇന്ദ്രിയ പരിണാമങ്ങൾ, അവരുടെ പത്നിമാർ, ഹിതാഹിത ചിന്തകൾ, പൗത്രന്മാർ, കർമ്മപരമ്പര, പുത്രിമാർ, ബുദ്ധിവൃത്തികൾ ഇത്യാദി ആയിരിക്കും. ശ്രീനാരദ മഹർഷി സന്ദർഭം സൃഷ്ടിച്ചു.
ആ പ്രാചീന ബർഹിസിനെ യജ്ഞങ്ങളുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി ബോധവാനാക്കുക എന്ന ആ പരമലക്ഷ്യം ഇവിടെ കാണാം. ആ പ്രാചീന ബർഹിസ് പശുഹിംസയോടെ നടത്തിയ യജ്ഞങ്ങൾ കാമ്യങ്ങളും ഘോരങ്ങളുമായിരുന്നുവെന്ന് ഇവിടെ തുറന്നു പറയുന്നു. ശ്യേനാദികളാണ് ഘോരങ്ങളായിരിക്കുന്ന യജ്ഞങ്ങൾ. പ്രത്യവായായ ശ്യേനോ വജ്ര ഇഷുരിത്യേവമാദിഹി നൈവ ശ്യേനാദേഹ കർത്തവ്യാ വിജ്ഞായന്തേ യോ ഹി ഹിംസിതുമിച്ഛേത് തസ്യായം അഭ്യുപായ ഇതിഹി തേഷാമുപദേശഃ. ജൈമിനേയത്തിലെ ശ്യേനൻ, വജ്രം, ഇഷു ഇവയെല്ലാം ഘോരങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളാണ്. അവ ശത്രുസംഹാരം മുതലായവയ്ക്ക് ഉതകുമെങ്കിലും ഹിംസാത്മകവും യജമാനന് അനർത്ഥത്തെ ഉളവാക്കുന്നവയും അതിനാൽ അധർമ്മപരമായിട്ടുള്ളതുമാണ്. ഇതാണ് ശബരസ്വാമിയുടെ മതം. അപ്പം ശ്യേനയാഗം ശത്രുവിൻ്റെ മരണം ലക്ഷ്യമാക്കിയാകയാൽ ആ യാഗം തന്നെ ഹിംസാസ്വരൂപം ആണെന്ന് അവിജ്ഞാനേശ്വരൻ പറയുന്നു. ശ്യേനസ്യ പരമരണാനുകൂല വ്യാപാര രൂപത്വാധിംസൈവ. ഹിംസ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം തന്നെ അധർമ്മം ആണ്. ആ പുരഞ്ജനൻ ഇത്തരം യാഗങ്ങളൊക്കെ നടത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 12ാമത്തെ ശ്ലോകം. യുക്തേഷ്വേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസഃ. യുക്തേഷ്വേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസഃ ആസസാദ സ വൈ കാലോ യോ പ്രിയയോഷിതം. ഇങ്ങനെ ആ കുടുംബ ബന്ധങ്ങളിൽ പ്രമത്തനായിട്ട് യുക്തേഷ്വേവം പ്രമത്തസ്യ കുടുംബകാര്യങ്ങളിൽ അത്യാസക്തൻ ആയിട്ട് കുടുംബാസക്തചേതസഃ അത്യാസക്തമായ മനസ്സോട് കൂടിയിട്ട് ശ്രേയസ്കരങ്ങളിൽ ഇങ്ങനെ ആ മത്തൻ ആയിട്ട് അദ്ദേഹത്തിന് പ്രിയയോഷിതാം ആ പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് പ്രിയം അല്ലാത്ത ആ കാലം ഏതോ അതുതന്നെ വന്നു ചേർന്നു. സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടതല്ലാത്ത കാലം അവിടെ വന്നു ചേർന്നു. അങ്ങനെ കുറേ കാലം ജീവിച്ചപ്പോൾ യുക്തേഷ്വേവം ഇപ്രകാരം കുടുംബഭരണത്തിൽ പ്രമത്തനായിരിക്കുന്ന ആ പുരഞ്ജനൻ കുടുംബാസക്തചേതസ കുടുംബാസക്തമായിരിക്കുന്ന ആ മനസ്സോട് കൂടിയിട്ട് ജീവിച്ചിട്ട് പല കർമ്മങ്ങളും ചെയ്ത് അവസാനം ആ കാലം അദ്ദേഹത്തിനെ ആ പ്രിയന്മാർക്ക് പ്രിയം അല്ലാത്ത അവസ്ഥയിൽ എത്തിച്ച ഒരു അവസരത്തിൽ എത്തിച്ചു എന്നർത്ഥം. പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് അപ്രിയം ആയിരിക്കുന്ന കാലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ്. കുടുംബാസക്ത ചേതസഃ കുടുംബകാര്യങ്ങളിൽ അത്യാസക്തനും യുക്തേഷു ശ്രേയസ്കരങ്ങളിൽ ഏവം ഇങ്ങനെ പ്രമത്തസ്യ പ്രമത്തനും ആയിരിക്കുന്ന അദ്ദേഹത്തിന് പ്രിയയോഷിതാം പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് അപ്രിയമല്ലാത്ത കാലഃ യഹ കാലം ഏതോ സഹ വൈ അതുതന്നെ ആസസാദ വന്നു ചേർന്നു. എന്നും കൂടി പറയാം. കുടുംബാസക്ത ചേതസഃ കുടുംബകാര്യങ്ങളിൽ അത്യാസക്തനും യുക്തേഷു ശ്രേയസ്കരങ്ങളിൽ ഏവം ഇങ്ങനെ പ്രമത്തസ്യ മത്തനും ആയിരിക്കുന്ന അദ്ദേഹത്തിന് പ്രിയയോഷിതാം പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് പ്രിയമല്ലാത്ത കാലഹ യഹ കാലമേതോ സഹ വൈ അതുതന്നെ ആസസാദ വന്നു ചേർന്നു. അപ്പോൾ കുടുംബാസക്തചേതസഃ യുക്തേഷു ഏവം പ്രമത്തസ്യ പ്രിയയോഷിതാം അപ്രിയഃ കാലഃ യഹ സഹ വൈ ആസസാദ എന്നാണ് അന്വയം. കുടുംബാസക്തചേതസഃ യുക്തേഷു ഏവം പ്രമത്തസ്യ പ്രിയയോഷിതാം അപ്രിയഃ കാലഃ യഹ സ വൈ ആസസാദ. കുടുംബകാര്യങ്ങളിൽ അത്യാസക്തനും ശ്രേയസ്കരങ്ങളിൽ ഇങ്ങനെ മത്തനുമായ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് പ്രിയമല്ലാത്ത കാലം ഏതോ അതുതന്നെ വന്നു ഭവിച്ചു. മതം ഹേതുവായിട്ട് ആത്മശ്രേയസ്സിന് യുക്തങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ പ്രവർത്തിക്കാത്തവനും കുടുംബകാര്യങ്ങളിൽ അത്യാസക്തനുമായ ആ പുരഞ്ജനനെ പ്രിയകളായിരിക്കുന്ന സ്ത്രീകൾക്ക് ഒട്ടും പ്രിയങ്കരങ്ങളായി അല്ലാത്ത ആ വാർദ്ധക്യത്തെ വന്നു പ്രാപിച്ചു. യുക്തങ്ങൾ എന്നാൽ ശ്രേയസ്സിന് ഉതകുന്നവ, പ്രമത്തങ്ങൾ എന്നാൽ ആ ഹേതുവായിട്ട് ശ്രദ്ധിക്കാത്തവൻ, പ്രമത്തൻ എന്നാൽ ഹേതുവായി ശ്രദ്ധിക്കാത്തവൻ എന്നുള്ള അർത്ഥം. അപ്പോൾ അപ്പോൾ അദ്ദേഹം പല കർമ്മങ്ങളും ചെയ്തു, വേണ്ട കർമ്മങ്ങളിൽ താല്പര്യമില്ലാത്തവനും അതുപോലെ ആ കുടുംബകാര്യത്തിൽ അത്യാസക്തനും ആയിരിക്കണം അദ്ദേഹത്തിന് ആ സ്ത്രീകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ആ വാർദ്ധക്യകാലം വന്നു ചേർന്നു. ഇങ്ങനെ പ്രാചീന ബർഹീസെ അങ്ങേ പോലെ തന്നെ
ആ പുരഞ്ജന മഹാരാജാവും നാനാവിധങ്ങളായിരിക്കുന്ന സങ്കല്പങ്ങൾ ഉള്ളവനായിരുന്നതിനാൽ അവയെ എല്ലാം സാധിക്കണം എന്ന ആ വിചാരത്തിൽ ആ പ്രാണിഹിംസപ്രധാനങ്ങളായിരിക്കുന്ന ശാസ്ത്ര സമ്മതമല്ലാത്തവയായിരിക്കുന്ന ഭയങ്കര യാഗങ്ങൾ കൊണ്ട് യാതൊരു കാമങ്ങളെ സാധിപ്പിക്കുന്നതിൽ സമർത്ഥന്മാരായിരിക്കുന്ന ദേവന്മാർ, പിതൃക്കൾ, ഭൂതനാഥന്മാർ എന്നിവരെ ആരാധിച്ചു. അങ്ങനെ ആ ഭോഗങ്ങളിൽ തന്നെ എപ്പോഴും ആസക്തിയോടും ആ പരമപുരുഷ അർത്ഥപ്രാപ്തിക്ക് ഉചിതങ്ങളായിരിക്കുന്ന ഭഗവത് ഭജനാദി വിഷയങ്ങളിൽ മനസ്സിരുത്താതെയും ആയുഷ്കാലത്തെ കഴിച്ചുകൊണ്ടിരുന്ന ആ പുരഞ്ജനന് ജരബാധിക്കുന്നതായിരിക്കുന്ന ആ കാലം വന്നു ചേർന്നു. പ്രിയകളായ സ്ത്രീകൾക്ക് കാലം ഇഷ്ടമില്ലാത്തതാണെന്ന് പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനത്തിൽ സപുരഞ്ജനോ ദീക്ഷാം ഗൃഹീത്വാ ഘോരൈ പശുമാരകൈർ യജ്ഞൈർ ദേവാദീൻ ഈജേ യഥാ ഭവാൻ ഏവം ആസക്തസ്യ സതോ ജരാരൂപഃ കാലഃ ആജഗാമ. അങ്ങനെ അപ്രകാരം ആ കുടുംബ ആസക്തനായിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിൽ സതോ ജരാരൂപമായിരിക്കുന്ന കാലം വന്നു ചേർന്നു. ആജഗാമഃ ഏവം കുടുംബാസക്തസ്യ സതോ കുടുംബാസക്തനായിരിക്കുന്ന അദ്ദേഹത്തിന് ജരാരൂപഃ കാലഃ ജരാരൂപമായിരിക്കുന്ന കാലം, ആ വാർദ്ധക്യം അദ്ദേഹത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഏവം കുടുംബാസക്തസ്യ സതോ ജരാരൂപഃ കാലഃ ആജഗാമ എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം ചണ്ഡവേഗ ഇതി ഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. ചണ്ഡവേഗ ഇതി ഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. അലയോ രാജാവേ, ചണ്ഡവേഗൻ എന്ന് ആ പ്രസിദ്ധനായിരിക്കുന്ന ആ ഗന്ധർവാധിപതി, അയാളുടെ സ്വാധീനത്തിൽ ആ ബലവാന്മാരായിരിക്കുന്ന ആ 360 ഗന്ധർവന്മാരും ഉണ്ട്. ചണ്ഡവേഗ ഇതിഖ്യാതോ, ചണ്ഡവേഗൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ആ ഗന്ധർവാധിപതി ആയിരിക്കുന്ന ആ രാജാവിൽ, പ്രസിദ്ധനായിരിക്കുന്ന രാജാവിൽ ഗന്ധർവാസ്തസ്യ ബലിന, അദ്ദേഹത്തിന് ബലിഷ്ഠരായിരിക്കുന്ന ഷഷ്ട്യുത്തരശതത്രയം 360 ബലിനഃ ഗന്ധർവന്മാർ, ശക്തിയുള്ള ബലവാന്മാരായിരിക്കുന്ന ഗന്ധർവന്മാരും ഉണ്ട്. ആണ് ആ ശ്ലോകത്തിൽ. ചണ്ഡവേഗ ഇതിഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. ഹേ നൃപ, അലയോ രാജാവേ, ചണ്ഡവേഗ ഇതിഖ്യാതഃ, ചണ്ഡവേഗൻ എന്നിങ്ങനെ പ്രസിദ്ധനായിരിക്കുന്ന ഗന്ധർവാധിപതി, ആ ഗന്ധർവ രാജാവുണ്ട്. തസ്യ, അയാളുടെ സ്വാധീനത്തിൽ ബലിനഃ ബലിഷ്ഠന്മാരായിരിക്കുന്ന ഷഷ്ട്യുത്തരശതത്രയം 360 ഗന്ധർവന്മാരുണ്ട്. ഹേ നൃപ, അലയോ രാജാവേ, ചണ്ഡവേഗ ഇതിഖ്യാതഃ, ചണ്ഡവേഗൻ എന്നിങ്ങനെ പ്രസിദ്ധനായിരിക്കുന്ന ഗന്ധർവാധിപതി, ഒരു ഗന്ധർവരാജാവുണ്ട്. തസ്യ, അയാളുടെ സ്വാധീനത്തിൽ ബലിനഃ ബലവാന്മാരായിരിക്കുന്ന ഷഷ്ട്യുത്തരശതത്രയം 360 ഗന്ധർവന്മാരുണ്ട്. അപ്പോൾ ഹേ നൃപ, ചണ്ഡവേഗ ഇതിഖ്യാതഃ ഗന്ധർവാധിപതി തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം ഗന്ധർവാः. എന്നുകൂടി പറയാം. ഹേ നൃപ, ചണ്ഡവേഗ ഇതിഖ്യാതഃ ഗന്ധർവാധിപതിം തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം ഗന്ധർവാः. അല്ലയോ രാജാവേ, ചണ്ഡവേഗൻ എന്നിങ്ങനെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ഗന്ധർവനുണ്ട്. അയാളുടെ സ്വാധീനത്തിൽ ബലവാന്മാരായിരിക്കുന്ന 360 ഗന്ധർവന്മാരുണ്ട്. ചണ്ഡവേഗൻ എന്ന് പേരായിട്ടുള്ള ഗന്ധർവശ്രേഷ്ഠനുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ട് ബലവാന്മാരായിരിക്കുന്ന 360 ഗന്ധർവന്മാരുണ്ട്. അപ്പോൾ ചണ്ഡവേഗൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. രാജൻ ചണ്ഡവേഗൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ഒരു
ഗന്ധർവാധിപതി ഉണ്ടായിരുന്നു. അയാൾക്ക് ബലവാന്മാരായിരിക്കുന്ന 360 ഗന്ധർവന്മാരും അവരോടൊന്നിച്ച് ഗന്ധർവന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന വിഷയങ്ങൾ ആസക്തനായിരിക്കുന്നവൻ്റെ ആയുഷ്കാലം ഭഗവത് ഭജനാദികൾ കൂടാതെ അന്യേന ആത്മവിഷയത്തെ സംബന്ധിക്കുന്ന താല്പര്യമാണ് ഇനി പറയുന്നത്. അപ്പോൾ ഹേ രാജൻ, ആ രാജാക്കന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും എന്ന് അങ്ങക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ആ ഭോഗങ്ങളിൽ തന്നെ എപ്പോഴും ആസക്തിയോടും പരമപുരുഷാർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഉചിതങ്ങളായിരിക്കുന്ന ഭഗവത് ഭജന വിഷയങ്ങളിൽ മനസ്സിരുത്താതെയും ആയുഷ്കാലത്തെ കഴിച്ചുകൊണ്ടിരുന്ന ആ പുരഞ്ജരന് ജരബാധിക്കുന്നതായിരിക്കുന്ന കാലം വന്നിരുന്നു. ആ പ്രിയകളായിരിക്കുന്ന സ്ത്രീകൾക്ക് കാലം ഇഷ്ടമല്ലാത്തതും ആണെന്ന് പ്രസിദ്ധമാണല്ലോ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന വിഷയങ്ങൾ ആസക്തനായിരിക്കുന്നവൻ്റെ ആയുഷ്കാലം ആ ഭഗവത് ഭജനാദികൾ കൂടാതെ അന്യേന ആത്മവിഷയത്തെ വിഷയവുമായിട്ട് സംബന്ധിക്കുന്നു എന്ന് താല്പര്യമാണ്. അപ്പോൾ ഹേ രാജൻ, രാജാക്കന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും എന്ന് അങ്ങക്കറിയാമല്ലോ. പുരഞ്ജന മഹാരാജാവ് പഞ്ചാലപുരത്തിന് അധിപതിയായതു മുതൽക്കു തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അപഹരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഗന്ധർവ രാജാവുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗന്ധർവ രാജാവുണ്ട്. ചണ്ഡവേഗൻ എന്നാണ് ആ ഗന്ധർവരാജൻ്റെ നാമധേയം. അദ്ദേഹത്തിന് ബലശാലികളായിരിക്കുന്ന 360 ഗന്ധർവന്മാർ സഹായികളായിട്ടുണ്ട്. ഇവിടെ വ്യാഖ്യാനത്തിൽ ചണ്ഡവേഗോ നാമ, ചണ്ഡവേഗൻ എന്നു പേരായിട്ടുള്ള ഗന്ധർവാധിപതി തസ്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഷഷ്ട്യുത്തരശതസ്ത്രയം 360 സേവകന്മാർ ഗന്ധർവന്മാരായിട്ട് ഉണ്ടായിരുന്നു, ഗന്ധർവ സേവകന്മാരുണ്ടായിരുന്നു. ചണ്ഡവേഗോ നാമ ഗന്ധർവാധിപതി തസ്യ ഷഷ്ട്യുത്തരശതത്രയം സേവകാ ഗന്ധർവ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചണ്ഡവേഗൻ ഗന്ധർവ്യസ്ത്യാദൃശീരസ്യ മൈഥുന്യശ്ച സിതാസിതാ പരിവൃത്യാ വിലുംപന്തി സർവകാമ വിനിർമ്മിതാം. ഗന്ധർവ്യസ്താദൃശീരസ്യ മൈഥുന്യശ്ച സിതാസിതാ പരിവൃത്യാ വിലുംപന്തി സർവകാമ വിനിർമ്മിതാം. അയാളുടേതായിട്ട് അത്രയും തന്നെ ഭർത്തൃമതികളും അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു. ആ ഗന്ധർവ ബലിഷ്ഠരായിരിക്കുന്ന ആ ഗന്ധർവ സേവകന്മാർക്ക് അത്രയും തന്നെ ഭാര്യമാർ, അയാളുടേതായിട്ട് അത്രയും തന്നെ മൈഥുന്യ ഭർത്തൃമതികളും സിതാസിതാഹ വെളുത്തവരും കറുത്തവരുമായിരിക്കുന്ന ഗന്ധർവ സ്ത്രീകളും ഉണ്ട്. പരിവൃത്യ അവർ ഓരോരുത്തികളായിട്ട് സർവകാമ വിനിർമ്മിതാം എല്ലാ ഭോഗവസ്തുക്കളാലും പൂർണ്ണമായിരിക്കുന്ന ആ രാജധാനിയെ കാർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ ചണ്ഡവേഗനുള്ള ആ ഗന്ധർവന് താദൃശി അതുപോലെ തന്നെയുള്ള ഭർത്തൃമതികൾ ആയിട്ടുള്ളവരും വെളുത്തവരും കറുത്തവരുമായിരിക്കുന്ന ഗന്ധർവ സ്ത്രീകൾ അദ്ദേഹത്തിന് ഉണ്ട്. 360 ഗന്ധർവ സ്ത്രീകളുണ്ട്. അവർ പരിവൃത്യ അവർ ഓരോരുത്തികളും ആയിട്ട് എല്ലാ ഭോഗവസ്തുക്കളാലും പൂർണ്ണമായിരിക്കുന്ന ആ രാജധാനിയെ അവരിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു എന്നാണ്. അല്ലയോ രാജൻ, ചണ്ഡവേഗൻ എന്ന് പേരായിട്ടൊരു ഗന്ധർവര ശ്രേഷ്ഠനുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ട് ബലവാന്മാരായിരിക്കുന്ന 360 ഗന്ധർവന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭർത്തൃമതികളായിരിക്കുന്ന 360 ഗന്ധർവ സ്ത്രീകളും കൂടെയുണ്ട്. അവരിൽ ചിലർ വെളുത്തും ചിലർ കറുത്തുമാണ്. ആ ഗന്ധർവ സമൂഹം സമ്പൽ സമൃദ്ധമായിരിക്കുന്ന പുരഞ്ജരൻ്റെ രാജധാനിയെ മെല്ലെ മെല്ലെ വളഞ്ഞ് വ്യൂഹം സൃഷ്ടിച്ച് ആക്രമണം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അസ്യ അയാളുടേതായിട്ട് താദൃശീ അത്രയും തന്നെ മൈഥുന്യ ഭർത്തൃമതികളും സിതാസിതാഹ വെളുത്തവരും കറുത്തവരും, സിതാഹ എന്ന് പറഞ്ഞാൽ വെളുത്തവരും, അസിതാഹ വെളുത്തവരും കറുത്തവരുമായിരിക്കുന്ന ഗന്ധർവ്യാഹ ഗന്ധർവ സ്ത്രീകളുമുണ്ട്. പരിവൃത്യ അവർ ഓരോരുത്തികളായി സർവകാമവിനിർമ്മിതാം എല്ലാ ഭോഗവസ്തുക്കളാലും പൂർണ്ണമായ
രാജധാനിയെ വിലുംബന്തി കാർന്നുകൊണ്ടിരുന്നു. എന്നുകൂടി പറയാം. തസ്യ അയാളുടേതായിട്ട് താദൃശീം അത്രയും തന്നെ മൈഥുന്യ ഭർത്തൃമതികളും സിതാസിതാഹ വെളുത്തവരും കറുത്തവരുമായിരിക്കുന്ന ഗന്ധർവ്യഹച്ച ഗന്ധർവ സ്ത്രീകളുമുണ്ട്. പരിവൃത്യ അവർ ഓരോരുത്തികളായിട്ട് ആ സർവകാമ വിനിർമ്മിതാം എല്ലാ ഭോഗവസ്തുക്കളാലും പൂർണ്ണമായിരിക്കുന്ന രാജധാനിയെ വിലുംബന്തി കാർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ തന്നെയും അന്വയം അസ്യ താദൃശീ മൈഥുന്യ സിതാസിതാ ഗന്ധർവ്യാ ച പരിവൃത്യ സർവകാമവിനിർമ്മിതാം വിലുംബന്തി. തസ്യ താദൃശീ മൈഥുന്യ സിതാസിതാ ഗന്ധർവ്യ ച പരിവൃത്യ സർവകാമവിനിർമ്മിതാം വിലുംബന്തി. അയാളുടേതായിട്ട് അത്രയും തന്നെ ഭർത്തൃമതികളും വെളുത്തവരും കറുത്തവരുമായിരിക്കുന്ന ഗന്ധർവ സ്ത്രീകളുണ്ട്. അവർ ഓരോരുത്തികളായി സർവകാമ വിനിർമ്മിതാം എല്ലാ ഭോഗവസ്തുക്കളാലും പൂർണ്ണമായിരിക്കുന്ന രാജധാനിയെ കാർന്നുകൊണ്ടിരുന്നു. മൈഥുനികൾ എന്നാൽ ഭാര്യമാർ എന്നാണ് അർത്ഥം. 360 ഗന്ധർവന്മാർ ഒരു സംവത്സരത്തിൻ്റെ ദിവസങ്ങളാണ്. ആ ഗന്ധർവ സ്ത്രീകൾ രാത്രികൾ, കറുത്തവ കൃഷ്ണപക്ഷം, വെളുത്തവ ശുക്ലപക്ഷം. ഇതൊക്കെയാണ് ആത്മപക്ഷത്തിൽ ഇതിൻ്റെ അർത്ഥം. മൈഥുനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ. 360 ഗന്ധർവന്മാർ ഒരു സംവത്സരത്തിൻ്റെ ദിവസങ്ങളാണ്. ആ ഗന്ധർവ സ്ത്രീകൾ രാത്രികളാണ്. കറുത്ത പക്ഷം, വെളുത്തവ ശുക്ലപക്ഷം. ഇവരുടെ ആക്രമണം സാവധാനം അത്രേ. സാവധാനത്തിലാണ് ഈ കാലം ഇങ്ങനെ ആക്രമിക്കുന്നത്. കൊല്ലങ്ങൾ കടന്നുപോയി വാർദ്ധക്യം തന്നെ ഗ്രസിച്ചു. ആ സംവത്സര ചക്രത്തിൻ്റെ വേഗത കാണിക്കാനാണ് ആ ചണ്ഡവേഗൻ എന്ന നാമധേയം കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചണ്ഡവേഗൻ്റെ അനുയായികൾ ആ പുരഞ്ജനപുരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് രാജൻ, ആ ചണ്ഡവേഗൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ഗന്ധർവാധിപതി ഉണ്ടായിരുന്നു. അയാൾക്ക് ബലവാന്മാരായ 360 ഗന്ധർവന്മാരും അവരോടൊന്നിച്ച് കറുത്തും വെളുത്തും അത്രയും ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ചുറ്റി നടന്ന് ആ സർവകാമോപകരണങ്ങളോടും കൂടിയിരിക്കുന്ന നിർമ്മിച്ച ആ പുരഞ്ജനപുരിയെ അവർ നശിപ്പിക്കാൻ തുടങ്ങി. ഏതുവിധം ഉപായം കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത വേഗതയോടുകൂടി ഇരിക്കുന്ന സംവത്സരം, അതിനാണ് ചണ്ഡവേഗം എന്നാണ്. ഏതുവിധം ഉപായം കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയ സംവത്സരം എന്നു പേരായിരിക്കുന്ന കാലത്തെ ഗന്ധർവ രാജാവായിട്ട് 360 ദിവസങ്ങൾ ബലികളായിരിക്കുന്ന ബലിഷ്ഠന്മാരായിട്ടുള്ള ഗന്ധർവന്മാരായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അപ്പോൾ ഹേ രാജൻ, രാജാക്കന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കുമെന്നറിയാമല്ലോ. പുരഞ്ജന മഹാരാജാവിൻ്റെ പഞ്ചാലപുരത്തിന് അധിപതിയായതും മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അപഹരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഗന്ധർവ രാജാവുണ്ട്. അയാളാണ് ചണ്ഡവേഗൻ. ആ ഗന്ധർവ രാജാവിൻ്റെ നാമധേയം. അദ്ദേഹത്തിൽ മഹാബലശാലികളായിരിക്കും 360 ഗന്ധർവന്മാർ സഹായികളായിട്ടുണ്ട്. അപ്പോൾ ആ ബലശാലിനികളായിരിക്കുന്ന 360 ഗന്ധർവ സ്ത്രീകളും ആ ഗന്ധർവ രാജാവിനുണ്ട്. ഭർത്തൃസഹിതകളാണ് അവരിൽ ചിലർ വെളുത്തതും ചിലർ കറുത്തും ഇരിക്കുന്നവരുണ്ട്. ഇവരോടുകൂടെ ചേർന്ന് ആ പുരഞ്ജന മഹാരാജാവിൻ്റെ സർവ്വസമ്പൽ സമൃദ്ധിയോടുകൂടിയ ആ രാജധാനിയെ ക്രമത്തിൽ അപഹരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. 360 രാത്രികളെ ആ ഗന്ധർവ സ്ത്രീകളായിട്ടും ശുക്ലപക്ഷ രാത്രികളെ വെളുത്തവരായിട്ടും ആ കൃഷ്ണപക്ഷ രാത്രികളെ കറുത്തവരായിട്ടും കൽപ്പിച്ചു. അങ്ങനെ ക്ഷയിപ്പിക്കുകയും എന്നതിനെ രാജധാനിയെ അപഹരിക്കുന്നതായിട്ടും വർണ്ണിച്ചിരിക്കുന്നു. ആ ആത്മപക്ഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം കൂടി നോക്കാം. ഇവിടെ വന്നിട്ട് ചണ്ഡവേഗോ നാമ ഗന്ധർവാധിപതി തസ്യ ഷഷ്ട്യുത്തരശതത്രയം സേവകാഹ ഗന്ധർവാഹ താവത്യാഹ അവർക്ക് 360 ശ്വേതകൃഷ്ണാഹ കറുപ്പും വെളുപ്പുമായിട്ടുള്ള ഗന്ധർവ്യാഹ 360 ഗന്ധർവ സ്ത്രീകൾ ദാസിമാരായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. തസ്യ 64 ത്രയം സേവകാ ഗന്ധർവ്യാഹ താവത്യഹ അവർക്ക് 360 ശ്വേതകൃഷ്ണാഹ വെളുത്തതും കറുത്തതുമായിരിക്കുന്ന ഗന്ധർവ്യോ സ്ത്രീകൾ ദാസിമാരായിട്ട് ഉണ്ടായിരുന്നു.
എന്നിട്ട് അവർ ആ രാജധാനിയെ ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പറഞ്ഞത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.